ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇവിടെ എന്താ നമുക്ക് നമ്മുടെ സരസുവിന് വയ്യായികയാണ്, അപ്പന് വയ്യായികയാണ്. അപ്പോൾ അപ്പനെ ഇന്ന് ഉച്ചയ്ക്ക് ICUവിൽ നിന്നൊക്കെ ഇറക്കി അതിനടുത്ത് തന്നെ റൂമിൽ ആക്കിയിരിക്കുകയാണ്. നല്ല കുറവെന്ന് പറയാനൊന്നും ആയിട്ടില്ല, മരുന്നുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോയി കണ്ടില്ല കേട്ടോ, ഇന്നും പോകാൻ എനിക്കൊക്കത്തില്ല. നമ്മുടെ സരസുവിന് വയ്യായിക ആയതുകൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകണമായിരുന്നു ഇന്നും. അപ്പോൾ എപ്പോഴും ഞാൻ വിളിച്ച് ചോദിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെയും ആരും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് പോകാനൊക്കാത്തത്. അപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോഴപ്പോഴും ഞാൻ അറിയുന്നുണ്ട്. നോക്കട്ടെ, നാളെയും സരസുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അത് കഴിഞ്ഞൊക്കെ കൊണ്ടുപോകാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്നു കൂട്ടുകാരെ. മരുന്നൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ പല പല പ്രശ്നങ്ങളുണ്ട് കേട്ടോ. നമുക്ക് പ്രായമൊക്കെ ഇത്രയായില്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അസ്വസ്ഥതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. തമ്പുരാന് എല്ലാം മാറ്റി തരട്ടെ എന്ന് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാനിവിടെ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ പ്രാർത്ഥന എൻ്റെ അപ്പന് വേണ്ടി കേട്ടോ, നമ്മുടെ സരസുവിനും വേണ്ടി മാത്രമാണ്. അപ്പോൾ സരസുവിനും തീരെ വയ്യായികയാണ് കേട്ടോ, ഇപ്പോൾ അങ്ങ് തീരെ വയ്യായികയാണ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ സരസുവിനെ ആക്കിയിട്ടൊക്കെ ഞാൻ പോയേനെ. പക്ഷേ ഇപ്പം നമുക്ക് ഒക്കുന്നില്ല, ഒറ്റയ്ക്ക് ആക്കിയിട്ട് പാടും എനിക്ക് മനസ്സ് വരുന്നില്ല. അതുകൊണ്ടായിട്ടോ. അപ്പം വിശേഷങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട്, ഞാൻ നിങ്ങളോടും പറയുന്നുണ്ട്. ഒരുപാട് കൂട്ടുകാർ എൻ്റെ അപ്പന് വേണ്ടിയും സരസുവിന് വേണ്ടിയും പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. അതൊക്കെ കേൾക്കാൻ വേണ്ടിയായിട്ടോ ഞാനിങ്ങനെ എൻ്റെ എന്താണേലും നമ്മൾ ഇങ്ങനെയൊക്കെ ഷെയർ ചെയ്യുന്നത്. നമുക്കൊരാപത്ത് വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ആരോടെങ്കിലും ഒന്ന് തുറന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് എന്ത് ആശ്വാസമാണ്. കുറച്ച് പേരെങ്കിൽ കുറച്ച് പേര് അത് കേൾക്കാൻ നമുക്കതൊരു സന്തോഷമില്ലേ. അപ്പം അതുകൊണ്ടാട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ വേറെ വീഡിയോ ആയിട്ടൊന്നും ഞാൻ ഇപ്പം എടുക്കുന്നതൊന്നുമില്ല. പിന്നെ ഇങ്ങനെ നമുക്ക് വീഡിയോ ചെയ്യുന്നവർക്കറിയാം, ഇച്ചിരി എങ്കിലും എന്തെങ്കിലും ഒന്ന് നമുക്ക് ഇട്ടേ പറ്റത്തുള്ളൂ. അതിനു വേണ്ടി വരുന്നതാട്ടോ കൂട്ടുകാരെ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ നാമമൊക്കെ ചൊല്ലിയിട്ട് വന്നിരിക്കട്ടോ. നാമമൊക്കെ ചൊല്ലി എല്ലാ പരാതിയും പരിഭവങ്ങളും എല്ലാം ഞാൻ അവിടെ സമർപ്പിച്ചിട്ടുണ്ട്. എല്ലാം കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെന്താ, ഇനി നമുക്ക് നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുമ്പം പിന്നെ അവരുടെ അടുത്ത് ശണ്ട കൂടാതെയുള്ള നമുക്ക് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇച്ചിരി നേരമൊക്കെ നമ്മൾ അവർക്കൊരു റെസ്റ്റൊക്കെ കൊടുക്കാറുണ്ട്. വിശേഷങ്ങളൊക്കെ നമ്മൾ സ്കൂളിനെ ആണെങ്കിലും അല്ലാത്ത കാര്യങ്ങളാണെങ്കിലും സംസാരിച്ചിട്ടൊക്കെ അവർക്ക് വേണ്ടുന്നതൊക്കെ കൊടുത്തിട്ട് പിന്നെ പൊടിപൂരമാണ് ഇവിടെ നടക്കുന്നത്. എന്നെ ഒരാൾ ബുക്ക് ചെയ്യിപ്പിച്ചിട്ടങ്ങ് മുങ്ങിയത്. ഞാൻ പറഞ്ഞു, അമ്മ വീഡിയോ ഒന്നും എടുത്തില്ല മോനെ, അമ്മ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടെ നമുക്കിരുന്ന് പഠിക്കാം. ആളപ്പോഴേ ഇവിടുന്ന് മുങ്ങിയിട്ടോ. എന്നെ ഇതെല്ലാം ഏൽപ്പിച്ചിട്ട് അവൻ മുങ്ങി. ഇനി വീണ്ടും അവനെ പിടിച്ചിരുത്തണം. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവനെന്നല്ല എല്ലാവരും ഉഴപ്പാവും. എല്ലാ അമ്മമാരും അല്ലേ, എന്തെങ്കിലും വെച്ച് മാർക്ക് കുറഞ്ഞാൽ നമുക്കിട്ടായിരിക്കുമല്ലോ പപ്പാമാർ തരുന്നത്. കൊച്ചിനെ ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ നമുക്കായിരിക്കും വഴക്ക് കിട്ടുന്നത് കേട്ടോ. നമ്മളിപ്പോഴേ ശ്രദ്ധിക്കണം കേട്ടോ. സ്കൂളിൽ പോയിട്ട് വരുമ്പം കുറച്ച് സമയം അവർക്കായിട്ട് നമ്മൾ മാറ്റി വയ്ക്കണം അല്ലേ. അങ്ങനെയാണോ എല്ലാവരും? എന്നെപ്പോലാണോ നിങ്ങൾ, അതോ അല്ലയോ ഒന്ന് പറയണേ. കുറച്ച് സമയം ഇത് രാവിലെ മുതൽ നമ്മുടെ സ്കൂളിൽ പോയ ട്യൂഷനിലെ വിശേഷങ്ങൾ കാണും, സ്കൂളിലെ വിശേഷങ്ങൾ കാണും, ടീച്ചർ എത്ര അടി കിട്ടിയത് നിങ്ങളൊക്കെ ചോദിക്കാറുണ്ടോ? ഞാനിവിടെ ചോദിക്കാറുണ്ട് കേട്ടോ. എത്ര എണ്ണം കിട്ടിയെന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. കള്ളന്മാർ സത്യം പറയും എത്ര കിട്ടിയെന്ന്. ഇപ്പോഴെനിക്ക് തോന്നുന്നു അത്ര അടിയൊന്നും കിട്ടാറില്ലെന്ന്. അങ്ങനെ അടിക്കുമോ എനിക്കറിയത്തില്ല. പണ്ടൊക്കെ നമുക്ക് ഇഷ്ടം മാതിരി കിട്ടിയിട്ടുണ്ടല്ലോ. അതൊക്കെ ഞാൻ ചോദിക്കും. പിന്നെ വരുന്ന വഴി ആരെയൊക്കെ കണ്ടു എല്ലാം ഞാൻ ചോദിക്കാറുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ആകണം. ഭയങ്കര എന്നെ രാവിലെ ബ്ലഡൊക്കെ കൊടുത്തിട്ട് വന്ന് ഷുഗറൊക്കെ ഇച്ചിരി നമ്മുടെ അണ്ണനെക്കാളും മുന്നിട്ട് നിൽക്കും. ഒരു പടി മുന്നേ ഞാനാണ് കേട്ടോ. രാവിലെ എല്ലാവരുടെയും കുറേശ്ശെ അങ്ങ് കൊടുത്ത് ലാബിൽ കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. എനിക്കിച്ചിരി ഞാൻ മുന്നിലാണ് ഇച്ചിരി കേട്ടോ നമ്മുടെ അണ്ണനെക്കാട്ടിലും. ഇത് റിസൾട്ട് കിട്ടിയപ്പോഴും എന്നോട് പറയും, നിനക്കാണ് കൂടുതൽ എനിക്ക് കുറവാണ്. അത് ഞാൻ കൺട്രോൾ ചെയ്തിട്ടാട്ടോ. ഇപ്പം എനിക്ക് പിന്നെ കൺട്രോളൊന്നുമില്ല. അതെന്താ, നമുക്ക് ടെൻഷനും കാര്യങ്ങളും നല്ല ശരിക്കും ഉറങ്ങിയില്ല എങ്കിലൊക്കെ നമുക്ക് ഓരോരോ
സംഭവങ്ങൾ കൂടി വരും കേട്ടോ. എനിക്കിപ്പം പൊതുവേ അങ്ങ് ഉറക്കമൊന്നും ഇല്ല, രാത്രിയിൽ ഉറക്കമില്ല നമുക്കിപ്പം കേട്ടോ. അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും തലവേദന ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ നമ്മുടെ അണ്ണൻ ഇന്ന് വലിയ ഗവേല കേട്ടോ, എന്ന് വെച്ചാൽ ഷുഗർ കുറവാണെന്നും പറഞ്ഞു, എനിക്ക് കൂടുതലാണെന്നും പറഞ്ഞു. അപ്പോൾ രാത്രിയിലൊന്നും അങ്ങനെ ഇപ്പം ഞാൻ അങ്ങനെ നമ്മൾ ചോറിൻ്റെ ഒന്നും അങ്ങനെ കഴിക്കുന്നില്ലല്ലോ. എന്നാലും ഞാനെല്ലാം കൺട്രോളാണ്, പക്ഷെ എന്നാലും എനിക്കാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. ഞാനും കുറയ്ക്കും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ഇന്നലെ ഒരാഴ്ച മുമ്പ് എന്തെങ്കിലുമൊക്കെ കട്ട് തിന്നിട്ടുണ്ടാവും, അതായിരിക്കും. പഴമൊന്നും ഇപ്പം അങ്ങനെ കഴിക്കത്തില്ല കേട്ടോ. എന്തൊക്കെയോ പ്രശ്നങ്ങൾ, കുഴപ്പമില്ല, എന്നാലും നമ്മൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോകും. അപ്പോൾ എല്ലാവരുടെയും രാവിലെ അതൊക്കെ നോക്കി. കൊതുവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് തോന്നുന്നു ബ്ലഡിൻ്റെ കാര്യം ഓർത്തത് കേട്ടോ. അങ്ങനെയൊക്കെ ഇരിക്കുന്ന കൂട്ടുകാർ, ഇതൊക്കെയാണ് സുഖിൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോഴേ നമുക്ക് ഹോസ്പിറ്റലിൽ ഇതൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ എനിക്ക് മറ്റുള്ള വീഡിയോകളൊന്നും നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ നമുക്ക് മനസ്സനുവദിക്കുന്നത്. ഞാൻ പിന്നെ ഇപ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ 3-4 ദിവസം കണ്ട് ഇവരെല്ലാവരും അങ്ങ് പോകില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ സരസ്വനും വയ്യാതെ ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് പല പല ചിന്തകൾ നമ്മളെ അങ്ങോട്ട് മനസ്സിനങ്ങോട്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ 1.5 മാസം അപ്പനും ഇവിടെയായിരുന്നു. വഴിയോരം മുറിക്കാത്ത അവർ നമ്മളുമായിട്ട് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്ക് അപ്പം കിടന്ന മുറിയിലൊക്കെ ചെന്ന് അപ്പോൾ അവിടെ കിടക്കുന്നതായിട്ട് അങ്ങ് തോന്നുക. എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെയൊക്കെ എനിക്കങ്ങ് ഓരോന്ന് അങ്ങനെ. പിന്നെ ഞാൻ എന്തോ ചെയ്യും, മുറ്റത്തങ്ങ് ഇറങ്ങി എന്തെങ്കിലും ഞാനങ്ങ് ചെയ്യും. അതിൻ്റെ ഒരു നമുക്ക് ഒരു വിഷമം അങ്ങ് മാറി കിട്ടും. അങ്ങനെ ഇന്ന് ഞാൻ ഫുള്ള് ഉച്ച വരെ ഞാൻ മുറ്റത്തുള്ള പോച്ച പറയും, ഒത്തിരി മുറ്റം വൃത്തിയാക്കും ഒക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ടെൻഷൻ വരുമ്പോൾ നമുക്ക് ഭയങ്കര നമുക്ക് അറിയത്തില്ല എന്താണെന്ന് അറിയത്തില്ല. ആരെങ്കിലും ഒന്ന് സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഒരു ആശ്വാസം. എന്നാൽ ഇപ്പോൾ ആരും ഇല്ലായിരുന്നല്ലോ. അപ്പോഴങ്ങനെയൊക്കെയാണ് ഞാനിപ്പോൾ ഓരോ ദിവസവും തള്ളി കുന്തി വീഴുന്നത് കേട്ടോ. പകലൊന്നും നമുക്കിവിടെ സരസുവിൻ്റെ തീരെ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കും. ഇപ്പം തീരെ വയ്യായി ആയതുകൊണ്ട് ആളെവിടെയെങ്കിലും ചുരുണ്ട് കൂടിയും കിടക്കും. ഞാനും വിചാരിക്കും കിടക്കട്ടെ, റെസ്റ്റ് എടുക്കട്ടെ, തീരെ വയ്യായിക ആയതുകൊണ്ട്, അല്ലെങ്കിൽ അടങ്ങിയിരിക്കത്തില്ല കേട്ടോ. അപ്പോഴിതൊക്കെയുള്ളൂ കൂട്ടുകാരെ എൻ്റെ വിശേഷങ്ങളല്ലാതെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരുടെയും അടുത്ത് സുപ്പു കാണുന്നുണ്ട്, വീഡിയോ ഒക്കെ എല്ലാവരുടെയും കാണുന്നുണ്ട്. ഞാൻ കമൻ്റായിട്ടൊന്നും അറിയിക്കുന്നില്ലെന്നേ ഉള്ളൂ, അറിയാമല്ലോ എല്ലാവരുടെയും അടുത്തും വരുന്നുണ്ട്. അപ്പോഴും നമുക്ക് അപ്പന് ഉഷാറായിട്ടൊക്കെ തിരിച്ചു വരട്ടെ. അപ്പം എല്ലാവരോടും ഞാൻ എൻ്റെ അപ്പന് വേണ്ടി പ്രാർത്ഥിക്കാൻ വീണ്ടും പറയുകയാണ്. പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തണം കേട്ടോ. എൻ്റെ അപ്പന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണേ. ഞാനും എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ആപത്തും കാര്യങ്ങളും ഒന്നുമില്ലാതെ തമ്മിൽ നമ്മളെ തിരിച്ച് തരട്ടെ, നമുക്ക് തിരിച്ചു തരാൻ. അപ്പോൾ എൻ്റെ പൊന്നു കൊടു, നീ എന്നെ കുത്താതെ കൊടു. അപ്പോൾ കണ്ടോ, നിങ്ങൾ കണ്ടോ എൻ്റെ മുഖത്തൂടൊക്കെ വട്ടം ചുറ്റി നടക്കുന്നത്. അപ്പോൾ വിളക്കൊക്കെ കൊളുത്തി അണച്ചില്ല കേട്ടോ. തിരുനേരം അവിടെ ഇരുന്ന് കത്തിട്ട് ഞാൻ നാമം ചൊല്ലിയിട്ട് ഞാൻ ഇവിടോട്ട് വന്നിരുന്നേ. അപ്പോഴും ഞങ്ങൾ ഇനിയും പഠിക്കട്ടെ, ഞങ്ങൾ ഇനി ഇച്ചിരി അടിയും പിടിയൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. ഞങ്ങൾ ഇനി പഠിക്കാനിരിക്കുക, ഞാനും പഠിക്കും അവനും പഠിക്കും. നമ്മൾ പഠിച്ച പഠിത്തമല്ലല്ലോ ഇവരൊന്നും ഇപ്പം പഠിക്കുന്നത് അല്ലേ. അപ്പോഴും ഞാനും പഠിക്കും, എൻ്റെ മോനും പഠിക്കും, ഞങ്ങൾ രണ്ടും കൂടെ പഠിക്കും കേട്ടോ. അപ്പോഴേ എല്ലാവരുടെ അടുത്ത് സുഖം വരുന്നുണ്ട് കേട്ടോ. ഇതുവരെ ഇന്ന് വരെയൊക്കെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. അപ്പോൾ എല്ലാവരുടെ അടുത്തേക്കും സുഖം വരുന്നുണ്ട്. ആദ്യമായിട്ട് കാണുന്ന സുഖിനെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ, നമുക്ക് ഹോസ്പിറ്റൽ ഇതൊക്കെ ആയതുകൊണ്ട് വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. എല്ലാ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ്. ഞാനിപ്പോൾ 7 മണിക്ക്, ഇപ്പോൾ 7 മണിയൊക്കെ ആയി കേട്ടോ. 7 മണിയായപ്പോഴേ നിങ്ങൾക്ക് ഞാൻ ഗുഡ് നൈറ്റ് അങ്ങ് തീരുവായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ സന്ധ്യയ്ക്കല്ലേ വീഡിയോ എടുത്തത്. അപ്പോൾ